അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വയർ ചേഞ്ച് ആക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. പിന്നെ വയർ ഞാൻ ജോയിൻ്റ് അടിക്കുന്നത് ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ഞാൻ പറയും ജോയിൻ്റ് അടിക്കുന്നത് ശരിയല്ല, പ്രത്യേകിച്ച് ഔട്ട് സൈഡിൽ. എങ്കിൽ കൂടിയും ഞാൻ വാട്ടർ പ്രൂഫിൻ്റെ നമ്മുടെ നോർമൽ ഇൻസുലേഷൻ ടേപ്പൊക്കെ വെച്ചിട്ട് അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ടൈറ്റായിട്ട് നല്ല ജോയിൻ്റ് അടിച്ചിട്ട് കേട്ടോ. ഒരുപാട് ശ്രമിച്ചു നോക്കി, അങ്ങനെ ഊരിയിട്ട് പുതിയ വയറിടാനായിട്ട് ശ്രമിച്ചു നോക്കി, പക്ഷേ നടന്നില്ല. ഇതെന്തോ ടൈലിൻ്റെ ഉള്ളിലൊക്കെ സിമൻറ്റൊക്കെ വെച്ചിട്ട് തന്നെ എന്തോ സെറ്റാക്കിയൊക്കെ വെച്ചിരിക്കുന്നത്. നമുക്ക് ഇനിയിപ്പോൾ അതിൻ്റെ സ്റ്റൈലൊക്കെ കുത്തി പൊളിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം ആയതുകൊണ്ട് ഞാൻ തൽക്കാലം അത് ആ ഒരു ഭാഗത്തോട്ട് ഞാൻ ചിന്തിച്ചില്ല. എന്തായിരുന്നാലും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വയറൊക്കെ ഞാൻ വലിച്ചൂരിയൊക്കെ നോക്കി, ബാക്കിയുള്ള വയറുകൾക്കൊന്നും പ്രശ്നമില്ല. ബാക്കിയുള്ള എല്ലാ ഫുള്ള് ലൈറ്റുകളും ഞാൻ മാറ്റിവിട്ട് അതിനകത്തൊരു ജോയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. പ്രത്യേകിച്ച് ജോയിൻറ്റുകളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്തോ ഒരു നിർഭാഗ്യവശാൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്തോ ഉണ്ടായ ചെറിയൊരു മിസ്റ്റേക്കിൻ്റെ പുറത്തായിരിക്കാം ഇങ്ങനെ വയറുകളെല്ലാം കൂടെ കത്തിപ്പോകാനുള്ള സാധ്യത. ഇൻസുലേഷൻ മറ്റതൊക്കെ പോയി ഉപ്പുവെള്ളം കൂടെ കയറിയിട്ടൊക്കെ ആയിരിക്കും നശിച്ചു പോയത്. അല്ലാതെ നമ്മളിപ്പം എന്താ ഇത് കത്തിച്ച് കളയാമെന്ന് വിചാരിച്ചാൽ ആരും ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവാറില്ലേ. നമ്മളിപ്പോൾ പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകും. പക്ഷേ കഴിവ് നമ്മൾ നോക്കി ശ്രദ്ധയോടെയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ജോലി എന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്ന ചെറിയ ഒരു അശ്രദ്ധ നമുക്ക് ചിലപ്പോൾ ഒരു വലിയ വലിയ വിലകൾ നമ്മൾ അതിന് വേണ്ടി കൊടുക്കേണ്ടി വരും. ചിലപ്പം എന്താ പറയുക, മറ്റുള്ളവരുടെയും ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള കാരണം വരെ നമ്മളെ ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലേ. അപ്പം ഞാൻ പൈപ്പെല്ലാം ഇറക്കി വെച്ച് അതിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് സിമൻറ്റൊക്കെ ഇറക്കി വെച്ച് ഫിക്സ് ആക്കിയിട്ട് ഈ പൈപ്പിനുള്ളിലോട്ടൊക്കെ ഫുള്ള് സിലിക്കോണെല്ലാം അടിച്ച് കയറ്റിയിടാം. ഫുള്ള് സിലിക്കോണെല്ലാം അടിച്ച് കയറ്റി ഈ ലൈറ്റെല്ലാം ഫുള്ള് സിലിക്കോണിലൊക്കെയാണ് അടിച്ചൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇനിയൊരു ഭാഗത്ത് ഒരു പക്ഷേ വെള്ളം അതിനകത്ത് ഇറങ്ങി ഇനിയൊന്നും വരില്ല എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഞാൻ പുറമേ നിന്ന് നോക്കിയിട്ടൊന്നും കണ്ടില്ല. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ചെയ്ത് കേട്ടോ. പിന്നെ നമ്മൾ എന്തൊക്കെ പെർഫെക്റ്റായിട്ട് ചെയ്താലും എവിടെയെങ്കിലും ചെറിയ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഇപ്പം ഞാനിപ്പോൾ ചെയ്തിട്ട് പോണതിലും ഉണ്ടാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണെന്നുള്ള കാര്യം നിങ്ങളെക്കാളും നന്നായിട്ട് എനിക്കറിയാം കേട്ടോ. നമ്മളിപ്പോൾ എത്ര പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിച്ചാലും എവിടെയെങ്കിലും ചെറിയൊരു ചെറിയ ഒരു മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് അറിയാതെയെങ്കിലും വരും.